സുഷുപ്തിയുടെ തലങ്ങൾ എന്ന് പറയാവുന്ന വാനപ്രസ്ഥത്തിലേക്ക്, വനസംഭക്തവും വനനീയം സംഭജനീയം. അവിടെ ഈ ആരുടെ സ്വപ്നം കണ്ടാലും നമ്മൾ ഇളകുകയില്ല, കാരണം നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടതാ. അവിടെയാണ് ഈ സ്വപ്നമൊക്കെ വേണ്ടത്ര കണ്ട് നല്ലപോലെ പഠിക്കാതെ ഇതിൻ്റെ അവസാനത്തതിൽ കയറിപ്പറ്റിയിരിക്കുമ്പോൾ ചില നല്ല പോലെ ഈ സ്വപ്നം കണ്ടു വളർന്ന ഗൃഹസ്ഥൻ സ്വാമിയെ വിളിച്ചിട്ട് പറയും, സ്വാമി അത് കണ്ടിട്ടുണ്ടോ? അയ്യോ കണ്ടിട്ടില്ല, എങ്ങനെ ഇരിക്കും? കയറിക്കോ വേണ്ടിയേ, ഞാൻ കൊണ്ടുപോവാം. ചെന്ന് വീഴും. കണ്ട് കഴിഞ്ഞിട്ടേ കണ്ടു എന്ന് പറയാം. കണ്ടില്ലെങ്കിൽ ഇതെപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരും. കാണാൻ ആഗ്രഹം കിടക്കും. അതുകൊണ്ട് ഇത് ക്രമമാണ്. പൂർവജന്മങ്ങളിൽ ഇതിൻ്റെ അനുഭൂതികളുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയാണിത്. ഇതൊരു ജന്മത്തെ വെച്ചല്ല. അതുകൊണ്ട് സ്വപ്നങ്ങളെ വളരെ അടുക്കോടെ മനോഹരമായി നെയ്ത് എത്രത്തോളം എൻ്റെ സങ്കല്പത്തിൽ അത് ആവുമോ അത്രത്തോളം മനോഹരമായി നെയ്ത് പൂർത്തീകരിക്കണം. അത് കഴിയുമ്പോൾ വൈഖാനസ ജീവിതത്തിന്, വാനപ്രസ്ഥത്തിന് പരിപ്രേക്ഷ്യമുയരുമ്പോൾ, ഇല്ലെങ്കിൽ പലപ്പോഴും ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും എല്ലാം കൂടെ സങ്കീർണമായ ഒരു ലോകവ്യവസ്ഥയിൽ കിടന്ന് കരകാണ കണലിൽപ്പെട്ട തോണി പോലെ നിങ്ങൾ ഉഴലും. കാരണം ഒരാൾ സംസാരിക്കുന്നത് ഗൃഹസ്ഥൻ്റെ സ്വപ്നങ്ങളിലായിരിക്കും. വേഷം എൻ്റെ ആയിരിക്കും, ഞാൻ തന്നെയായിരിക്കും. മനസ്സിലായില്ല? നിങ്ങൾ ബ്രഹ്മചാരിയുടെ സങ്കല്പങ്ങളിൽ എന്നോട് സംസാരിക്കും, നിങ്ങൾ ഗൃഹസ്ഥൻ്റെ സ്വപ്നങ്ങളിൽ എന്നോട് സംസാരിക്കും, നിങ്ങൾ വാനപ്രസ്ഥൻ്റെ സ്വപ്നങ്ങളിൽ എന്നോട് സംസാരിക്കും. ഞാനാകട്ടെ ഗൃഹസ്ഥൻ്റെ സ്വപ്നങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു സന്യാസിയുടെ തലങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസാനം എന്നെ നിങ്ങൾക്കും നിങ്ങളെ എനിക്കും ഇഷ്ടപ്പെടാത്ത ലോകമുണ്ടാകും. അത് പുതിയ ബന്ധങ്ങളെയും കൂട്ടുകെട്ടുകളെയും ഉണ്ടാക്കും. അവയിൽ അലോസരങ്ങളുണ്ടാവും. അവ വഴക്കിനും വക്കാണത്തിനും കാരണമാവും. അത് പരദൂഷണങ്ങളും കുശുമ്പുകളുമായി ലോകത്ത് ഉഴറിയോടും. അത് ശരിയായ ആധ്യാത്മിക വഴിയിലല്ല ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ മാത്രം ലക്ഷണമാണ്. സ്വധർമ്മത്തിലാണ് ശ്രേയസ്. അത് അവനവൻ്റെ നിലയ്ക്കനുസരിച്ച് ആ ശ്രേയസ്സിനുതകുമാറ് വാക്ക്, മനസ്സ്, പ്രവൃത്തി, അങ്ങനെ മാത്രമേ ഈ സാമ്രാജ്യത്തിലെത്തൂ. അത് ഓരോന്നും ക്രമമായി കൊണ്ടുപോകണം. അതിൽ ഗൃഹസ്ഥൻ്റെതായ സ്വപ്നങ്ങളൊന്നും ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് വരുന്നില്ലെങ്കിൽ, സ്വപ്നങ്ങളില്ലാതെ വിരാഗതയുണ്ടെങ്കിൽ നേരെ വാനപ്രസ്ഥം. അപ്പം ഞാൻ സുഷുപ്തി വരെ പറഞ്ഞ തലങ്ങളിലെ സുഷുപ്തി നന്നായി മനസ്സിലാവും. ആ സുഷുപ്തിയും നന്നായി മനസ്സിലായി എങ്കിൽ നേരെ സന്യാസം, തുരീയം. ഗുരുകുലങ്ങളിൽ അവിടുത്തെ ആചാര്യന്മാർ ഈ ക്രമവഴി പറഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ബോധതലം ഇത് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് അവനെ ആശ്രമത്തിൽ ചേർക്കണോ ചേർക്കണ്ടയോ എന്ന് പണ്ട് തീരുമാനിച്ചിരുന്നത്. ഇന്നവിടെ പശുവും പശുശാലയും പാലുകൊടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ആളെ വേണം. അതുകൊണ്ട് ഇത് ഏതിന് വന്നവനായാലും കൂടെ ചേർന്നോണ്ടെന്നാണ്. പിന്നെ അവൻ അതിനകത്ത് ഓരോ ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ ഉണ്ടാക്കി പരസ്പരം വഴക്കാവുമ്പോൾ കോടതിയായി, കേസായി, പിന്നെ അതിനൊരു വകുപ്പ് വേറെയായി, 4 വക്കീലന്മാർ അതിനകത്ത് കമ്മിറ്റിയിലായി, പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഫയലുമൊക്കെ ആയി, കോടതി പോക്കായി. ഇങ്ങനെ ഇതുമെല്ലാം ഒരുതരം ഗാർഹസ്ഥ്യത്തിനകത്ത് സന്യാസവും സന്യാസത്തിനകത്ത് ഗാർഹസ്ഥ്യവും എല്ലാം ചേർന്നൊരു അവിയൽ പരുവത്തിലുള്ള ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇന്നതിൻ്റെ ഡീമാർക്കേഷൻ ലൈൻ വളരെ ടെൻഡറാണ്. പൂർവ്വകാലത്തിൻ്റെ ഡീമാർക്കേഷൻ ലൈൻ വളരെ ക്ലിയറാണ്. അപ്പോൾ ഏതാണ്ട് സുഷുപ്തി വരെ പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് തട്ടി നിന്നതുകൊണ്ടാണ് ഞാൻ അവിടം വിശദീകരിച്ച് നീങ്ങിയത്. അതിനടുത്തതിലേക്ക് സുഷുപ്തിയെ അതിക്രമിക്കുന്നത് ഇനിയൊരു ക്യാമ്പിലാവുന്നതാണ് ഉചിതവും.